Hi everyone, Mathematics third semester core course Calculus of Single Variable 2ന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെർമിനേറ്റ് ഫോംസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ 0/0 ഫോം എന്നുള്ളതും അതേപോലെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോം ഉള്ളതും എന്താണെന്ന് പറഞ്ഞു. ആ ഒരു ഫോമിൽ വരുന്ന ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യാം എന്നുള്ളതും പറഞ്ഞു. എൽ ഹോസ്പിറ്റൽ റൂൾ ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ: suppose that f and g are differentiable on an open interval I that contains a with the possible exception of a itself and g dash of x not equal to 0 for all x in I. If limit x tends to a f of x by g of x is an indeterminate form of the type 0/0 or infinity by infinity, then limit x tends to a f of x by g of x equal to limit x tends to a f dash of x by g dash of x, provided that the limit on the right hand side exists or is infinite. എൽ ഹോസ്പിറ്റൽ റൂളിൽ നമ്മൾ പറഞ്ഞത് 0/0 എന്നുള്ള ഫോമിൽ വരുന്ന ലിമിറ്റ് എന്നുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ കോഷ്യൻറ്റിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോഷ്യൻറ്റിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ മാത്രമാണ് ആ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഇനി ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലാത്ത രീതിയിൽ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്തൊക്കെയാണെന്നുള്ളതും ആ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ വരുന്ന ലിമിറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആൻഡ് 0 ഇൻറ്റു ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അതേപോലെ 0/0 എന്നുള്ള ഫോമിൽ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് പോലെ വരുന്നതാണ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതും 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇങ്ങനെ ലിമിറ്റ് വാല്യൂസ് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ്സ് ഫോം ആണ് ലിമിറ്റ്സ് വരുന്നത്. If limit x tends to a f of x equal to infinity and limit x tends to a g of x equal to infinity, then the limit x tends to a f of x minus g of x is said to be an indeterminate form of the type infinity minus infinity. An indeterminate form of this type can often be expressed as one of the type 0/0 or infinity by infinity by algebraic manipulations. This is illustrated in the next following example. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് വരിക. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിനെ നമുക്ക് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. Evaluate limit x tends to 0 plus 1/x minus 1/e raised to x minus 1. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ 1/x എന്നുള്ളതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ 1/e raised to x minus 1 എന്നുള്ളതാണ്. As x tends to 0 plus 1/x tends to infinity എന്നുള്ളതാണ്. അതേപോലെ x tends to 0 plus 1/e raised to x minus 1 എന്ന് പറയുമ്പോൾ 1/e raised to 0 minus 1 എന്നുള്ള വരും. ദാറ്റ് ഈസ് 1/1 minus 1 എന്നുള്ളതാണ് വരുന്നത്, വിച്ച് ഈസ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ കുറച്ച് ആൾജിബ്രായിക് റൂൾസ് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് 0/0 ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x മൈനസ് 1/e raised to x minus 1 എന്നുള്ളതിന് നമുക്ക് രണ്ട് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുത്ത് എഴുതുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് e raised to x minus x minus 1 ഡിവൈഡഡ് ബൈ x ഇൻറ്റു e raised to x minus 1 എന്നുള്ളത് എഴുതാൻ പറ്റും. അതായത് 1 ഇൻറ്റു e raised to x minus 1 മൈനസ് x ഇൻറ്റു 1 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ e raised to x minus 1 മൈനസ് എക്സ് എന്നുള്ളത് വരും. ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് e raised to x മൈനസ് എക്സ് മൈനസ് 1 എന്നുള്ളതാണ് ന്യൂമറേറ്ററിൽ വന്നതെന്ന് മാത്രം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുമ്പം എക്സ് ഇൻറ്റു e raised to x minus 1, ഇതിലെ ഡിനോമിനേറ്ററിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ
ന്യൂമറേറ്ററിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 മൈനസ് 0 മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് 0 മൈനസ് 1 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 എന്നുള്ള വരും. ന്യൂമറേറ്റർ 0 ആണ്. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 0 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് 1 0 എന്നുള്ളത് 0 ഇൻറ്റു 0 0 എന്നുള്ളത് ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായിരുന്നു വന്നത്. അതിന് നമുക്ക് 0/0 ഫോമിലേക്ക് വന്നു. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിവിടെ 0/0 ഫോമിലാണെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ പറഞ്ഞത് ഈ ഒരു ലിമിറ്റ് 0/0 എന്നുള്ള ഫോമിൽ വന്ന ലിമിറ്റിന് നമുക്ക് കറസ്പോണ്ടിങ് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വരും ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് മൈനസ് 1 എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളത് വന്നു. ഡിനോമിനേറ്ററിൽ എടുക്കുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് വരും. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് എന്നുള്ളതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ലിമിറ്റ് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇ റേസ് ടു 0 മൈനസ് 1 എന്നുള്ള വരുമ്പോൾ 1 മൈനസ് 1 0 എന്നുള്ളതെന്ന് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ വരുന്നത് ഇ റേസ് ടു 0 മൈനസ് 1 പ്ലസ് 0 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് 1 മൈനസ് 1 പ്ലസ് 0 0 എന്നുള്ളത് വരും. ഇവിടെയും 0/0 എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഇപ്പോൾ 0/0 ഫോമിലാണെങ്കിൽ നമുക്ക് വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് വരും ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഇ റേസ് ടു എക്സ് മാത്രം വന്നു. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ വന്നു. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് വരും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഇ റേസ് ടു എക്സും ഇവിടെ ഒരു ഇ റേസ് ടു എക്സും വരുമ്പോൾ 2 ടൈംസ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് വരും. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നുള്ളതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x മൈനസ് 1 ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളത് വിച്ച് ഈസ് സെയിം ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നുള്ളത് വരും. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു 0/0 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 0 എന്നുള്ളത് വരും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1/2 എന്നുള്ളത് വരും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x മൈനസ് 1 ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് 1/2 ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു 1/x മൈനസ് 1 ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന കേസസിൽ അതിൻ്റെ വാല്യൂ വരുന്നത് ഈ ഒരു 1/2 എന്നുള്ള പോയിന്റിലേക്കാണ്. പക്ഷെ 1/2 അവിടെ ഫംഗ്ഷന് വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. ആ വാല്യൂ അറ്റൈൻ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് if limit extends to a f of x equal to 0 and limit extends to a g of x equal to plus or minus infinity, then limit extends to a f of x into g of x is said to be an indeterminate form of the type 0 into infinity. An indeterminate form of this type also can be expressed as one of the type 0/0 or infinity by infinity by algebraic manipulation, as illustrated in the following example. ഇപ്പോൾ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നുള്ളതാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0യും ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിനെ നമുക്ക് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ്
എക്സ് ഇൻറ്റു ln ഓഫ് എക്സ്. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ln ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു ലോഗ് എക്സിനെ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ln ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1/x. 1/x കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പോൾ 1/xൻ്റെ റെസിപ്രോക്കൽ എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ln ഓഫ് എക്സിന് നമുക്ക് ln ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1/x എന്നുള്ളത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ln ഓഫ് എക്സ് ബൈ 1/x എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എക്സ് ഇൻറ്റു ln ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ln ഓഫ് എക്സ് ബൈ 1/xൻ്റെ ലിമിറ്റിന് ഈക്വൽ ആണ്. ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തോ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ ലിമിറ്റ് കിട്ടുമ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ബൈ എൽ ഹോസ്പിറ്റൽ റൂൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x ഡിവൈഡഡ് ബൈ മൈനസ് 1/x സ്ക്വയർ എന്നുള്ളത് വരും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ln ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ 1/x ഡിവൈഡഡ് ബൈ 1/x സ്ക്വയർ എന്നുള്ളത് വരുമ്പോൾ മൈനസ് എക്സ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂസ് എക്സ് ഇൻറ്റു ln ഓഫ് എക്സ് എന്ന് പറയുന്നത് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും 0 ആവുന്നില്ല. കാരണം അവിടെ ln ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വാല്യൂ 0 അറ്റൈൻ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 0യിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻ്റെ വാല്യൂസിൽ. പക്ഷേ ഗ്രാഫ് അപ്രോച്ച് ചെയ്യുന്നത് 0യിലേക്കാണ്. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നതാണ് എക്സ് ഇൻറ്റു ln ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് the indeterminate forms 0 raised to 0, infinity raised to 0 and 1 raised to infinity. അപ്പോൾ പവേഴ്സ് ആണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ വരുന്ന പവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ the limit extends to a f of x raised to g of x is said to be an indeterminate form of the type 0 raised to 0 if limit extends to a f of x equal to 0 and limit extends to a g of x equal to 0. f of x raised to g of x എന്നുള്ള ഫംഗ്ഷന് 0 raised to 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി raised to 0 അല്ലെങ്കിൽ 1 raised to ഇൻഫിനിറ്റി ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ലിമിറ്റ്സ് ആ ഇൻഫിനിറ്റി 0 അല്ലെങ്കിൽ 1 എന്നുള്ള ഫോമിൽ വന്നിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 0/0 raised to 0 ഇൻഫിനിറ്റി raised to 0 1 raised to ഇൻഫിനിറ്റി എന്നുള്ളത് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇൻഫിനിറ്റി raised to 0 ആവണമെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയും ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0 ആണ്. 1 raised to ഇൻഫിനിറ്റി വരണമെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 1ഉം ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫോമിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് 0/0 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. These indeterminate forms can usually be converted to indeterminate forms of the type 0 into infinity by taking logarithms or by using the identity f of x raised to g of x equal to e raised to g of x into ln of f of x. അപ്പോൾ അവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതം അതേപോലെ തന്നെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് 0 into 0 ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 into ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് 0/0 ഫോമിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ആ ഒരു കൺവേർഷൻ വരുന്നത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള പവർ ആണെങ്കിൽ നമ്മൾ അതിന് കൺവേർഷൻ കൊടുക്കുന്നത് ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ. ഇപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ ലോഗ് y ln ഓഫ് y എന്ന് പറയുന്നത് എന്താണ്? ln ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്നുള്ളത് വരും.
അപ്പോൾ അതിന് നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ പവർ റൂൾ അപ്ലൈ ചെയ്തിട്ട് ജി ഓഫ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ വൈ ഈക്വൽ എൽ എൻ ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് വരും. അപ്പോൾ വൈ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കുക. ദാറ്റ് ഈസ് ഇ റേസ് ടു ജി ഓഫ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഇ റേസ് ടു ജി ഓഫ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്, ഇതിൻ്റെ പവറിലാണ് ജി ഓഫ് എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് വരുന്നത്. ആ ഒരു ഫോമിലുള്ള എക്സാമ്പിളാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ്. We have an indeterminate form of the type 0 raised to 0. Let y equal to x raised to x. Then ln of y equal to ln of x raised to x, that is equal to x into ln of x. ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം കൺവേർഷൻ. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും എക്സ് തന്നെയാണ്. And using the result of example 7, we obtain limit x tends to 0 plus ln of y equal to limit x tends to 0 plus x into ln of x equal to 0. എക്സാമ്പിൾ 7ൽ നമ്മൾ പറഞ്ഞു നേരത്തെ എക്സ് ഇൻറ്റു ln ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ എക്സ് ഇൻറ്റു ln ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് 0 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ln ഓഫ് വൈൻ്റെ ലിമിറ്റാണ് 0 എന്നുള്ളത് കിട്ടിയത്. വൈ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എക്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ ലിമിറ്റാണ്. യൂസിങ് ദ ഐഡൻറ്റിറ്റി y ഈക്വൽ ടു ഇ റേസ് ടു ln ഓഫ് വൈ ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, വി ഹാവ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ഇ റേസ് ടു ln ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു e raised to limit x tends to 0 plus ln of y, that is e raised to 0 which is equal to 1. ഇവിടെ നമുക്കറിയാം ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എഫ് ഓഫ് ലിമിറ്റ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളത് എഴുതാൻ പറ്റുന്നത് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലാണ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് y ഈക്വൽ ടു ഇ റേസ് ടു ln ഓഫ് വൈൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇ റേസ് ടു ലിമിറ്റ് ഓഫ് ln ഓഫ് വൈ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ആ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു എക്സിനെ നമ്മൾ മാറ്റി എഴുതിയത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ഇ റേസ് ടു ln ഓഫ് വൈ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ലിമിറ്റും ഫംഗ്ഷനും ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ലിമിറ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു ലിമിറ്റ് ഓഫ് ln ഓഫ് വൈ എന്നുള്ളത് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ln ഓഫ് വൈ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ln ഓഫ് വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇ റേസ് ടു 0 വരും, ഇ റേസ് ടു 0 1 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നതാണ് എക്സ് റേസ് ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1ലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ 1 അറ്റൈൻ ചെയ്യുന്നില്ല, അതാണ് അവിടെ ഒരു സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. 1ന് അടുത്തായിട്ടാണ് ഗ്രാഫ് വരുന്നത് എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആസ് എക്സ് ടെൻഡ്സ് ടു 0 1 ബൈ എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ്. സൈൻ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 0 എന്നുള്ള ഫോമിലുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ഇവിടെ തന്നിരിക്കുന്ന ലിമിറ്റ്. അപ്പോൾ അവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ എന്നുള്ളത് അപ്ലൈ ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു 1 ബൈ എക്സ് റേസ് ടു സൈൻ എക്സ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ln ഓഫ് y എന്ന് പറയുന്നത് ln ഓഫ് 1 ബൈ എക്സ് റേസ് ടു സൈൻ എക്സ് എന്നുള്ളത് വരും. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു ln ഓഫ് 1 ബൈ എക്സ് എന്നുള്ളത് വരും. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് ln ഓഫ് y ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ln ഓഫ് 1 ബൈ എക്സ് എന്നുള്ളത് വരും.
അപ്പോൾ സൈൻ എക്സിൻ്റെ ലിമിറ്റ് 0 ആണ്. ln ഓഫ് 1/xൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് വന്നത്. അപ്പോൾ സൈൻ എക്സിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു എന്നുള്ളത് ചെയ്യുന്നതിന് പകരം സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ലിമിറ്റ് ബിക്കംസ് sin x into ln of 1/x which is equal to ln of 1/x by 1 by sin x എന്നുള്ളത് എടുക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് sin x into ln of 1/x എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ln of 1/x by sin 1/x എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് ആ ഒരു ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 പ്ലസ് ln ഓഫ് y എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 പ്ലസ് ln ഓഫ് 1/x ബൈ 1 ബൈ സൈൻ എക്സ് എന്നുള്ള വരും. ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റി ആണ്, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയതുകൊണ്ട് നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. അതിൽ വീണ്ടും നമ്മളൊരു ചേഞ്ച് ചെയ്യുന്നത് ln ഓഫ് 1/x എന്ന് പറയുന്നത് ln ഓഫ് a ബൈ b എന്ന് പറയുന്നത് ln ഓഫ് a മൈനസ് ln ഓഫ് b എന്നുള്ളതാണ്. അപ്പോൾ ln ഓഫ് 1 മൈനസ് ln ഓഫ് x എന്നുള്ളത് എഴുതാം. ln ഓഫ് 1 0 ആയതുകൊണ്ട് നമുക്കിതിനെ മൈനസ് ln ഓഫ് x എന്നുള്ളത് എഴുതാം. ln ഓഫ് 1/x എന്ന് പറയുന്നത് മൈനസ് ln ഓഫ് 1/x ln ഓഫ് x എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 പ്ലസ് മൈനസ് ln ഓഫ് x ഡിവൈഡഡ് ബൈ 1 ബൈ സൈൻ എക്സ് എന്നുള്ളതാണ്. അപ്പോൾ ln ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1/x എന്നുള്ളത് വരും, മൈനസ് സൈൻ ഇവിടെ ഉള്ളതുകൊണ്ട്. അതേപോലെ 1 ബൈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളത് വരും. ജസ്റ്റ് കോഷ്യൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ബൈ സൈൻ എക്സ് എന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് കോസ് എക്സ് എന്നുള്ളത് വരും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 0. അപ്പോൾ അവിടെ മൈനസ് കോസ് എക്സ് എന്നുള്ള ടേം വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളത് വരും. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ln ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഡിനോമിനേറ്ററിൽ വരുന്നത് 1 ബൈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളതാണ് വരുന്നത്. Therefore, limit extends to 0 plus ln of y equal to limit extends to 0 plus sin square x by x into cos x എന്നുള്ളത് വരും. That is, as x tends to 0, sin square x tends to 0, x into cos x tends to 0. അപ്പോൾ ഇവിടെ 0/0 ഫോമാണ് വരുന്നത്. അപ്പോൾ 0/0 ഫോമിലാണെങ്കിൽ നമുക്ക് വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഒരു ലിമിറ്റും സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനും രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ആ ഒരു ലിമിറ്റ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാൻ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഒരു ഫൈനൈറ്റ് നമ്പർ 0 എന്നുള്ള ലിമിറ്റ് വരികയാണെങ്കിൽ ആ ഒരു ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഒന്നെങ്കിൽ ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് 0 പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1ഉം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് 0 എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് ln ഓഫ് y ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് 1/x റേസ് ടു സൈൻ എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് y എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് ഇ റേസ് ടു ln ഓഫ് y എന്നുള്ളതാണ്. That is same as limit extends to 0 limit e raised to limit extends to 0 plus ln of y എന്നുള്ളത് വരും. That is e raised to 0 which is equal to 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ e എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഫംഗ്ഷനും ഇയും ലിമിറ്റും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലാത്ത കേസിൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 1/x റേസ് ടു സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ 0ലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 1 എന്നുള്ള വാല്യൂവിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ 1 അറ്റൈൻ ചെയ്യുന്നില്ല, അതാണ് സർക്കിൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/x റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് 1/x ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ളതാണ്.
ഇപ്പോൾ 1 + 1/xൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റിയിൽ. അപ്പോൾ നമുക്ക് 1/∞ എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാണ്. y = 1 + 1/x എന്നുള്ള എടുക്കുക. അപ്പോൾ ln of y എന്ന് പറയുന്നത് ln of 1 + 1/x എന്നുള്ളത് വരും. which is equal to x into ln of 1 + 1/x എന്നുള്ളത് വരും. So limit x tends to infinity ln of y equal to limit x tends to infinity x into ln of 1 + 1/x എന്നുള്ളത് വരും. ഇവിടെ 0 into infinity എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റി. 0 into infinity എന്നുള്ളതിന് നമുക്ക് 1/∞ എന്നുള്ള ഫോമിൽ, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് റീറൈറ്റ് ചെയ്തിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് limit x tends to infinity ln of y equal to limit x tends to infinity x into ln of 1 + 1/x, which is same as limit x tends to infinity ln of 1 + 1/x divided by into x എന്നുള്ളത് into x എന്ന് പറയുന്നത് 1/x-നോട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ലിമിറ്റ് x tends to infinity 1/1 + 1/x into -1/x² ഡിവൈഡഡ് ബൈ -1/x² എന്നുള്ളതിൻ്റെ ലിമിറ്റിന് ഈക്വൽ ആയിട്ട് മാറും. കാരണം ഇവിടെ 0/0 എന്നുള്ള ഫോമിലാണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത്, അപ്പോൾ ln of 1 + 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 + 1/x into 1 + 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² എന്നുള്ളതാണ്. ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² എന്നുള്ളത് വന്നു. ഓക്കെ, അപ്പോൾ -1/x² ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് 1/1 + ഇവിടെ വരുന്നത് 1/1 + 1/x എന്നുള്ളതാണ്. അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ടെൻസ് ടു 0. അപ്പോൾ 1/1 + 0 1 എന്നുള്ളത് വരും. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ln of y എന്ന് പറയുന്നതാണ് 1 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/x എന്ന് പറയുമ്പം e⁻1 എന്നുള്ളത് വരും. e⁻1 e എന്നുള്ളത് വരും. ഓക്കെ, ഇവിടെയും e എന്നുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ y = 1 + 1/x ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. ഇതിൽ എക്സിൻ്റെ വാല്യൂസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ലേക്കാണ്, സോറി ഇയിലേക്കാണ്. 2.7 എന്നുള്ള ആ ഒരു 2.5നേക്കാളും വലിയൊരു വാല്യൂ, ആ ഒരു വാല്യൂയിലേക്കാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോംസിലാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നത്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ളതാണ്. ആ ഒരു ഫോമിലാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ബാക്കി വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലുള്ളതാണെങ്കിൽ നമുക്ക് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർഷൻ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള റിസൾട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട് നോട്ടിലേക്ക് എഴുതും. ഫസ്റ്റ് 1 to 8 ആ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഏത് ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളത് വെച്ചിട്ട്. limit x tends to a f of x by g of x if limit x tends to a f of x equal to 1 and limit x tends to a g of x equal to infinity. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് 1/∞ എന്നുള്ള ഫോമിലാണ്. 1/∞ 0 ആണ് വരുന്നത്. നെക്സ്റ്റ് വണ് ലിമിറ്റ് x tends to a g f of x, g of x-ൽ f of x-ൻ്റെ ലിമിറ്റ് 4ഉം g of x-ൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ 4/0 എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫിനിറ്റി എന്നുള്ളതാണ് വരുന്നത്. തേർഡ് വണ് ലിമിറ്റ് x tends to a plus f of x by x minus a എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആസ് x tends to a f of x എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി/0 എന്നുള്ളതാണ് വരുന്നത്. ഇൻഫിനിറ്റി/0 എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മളതിനെ f of x by 1/x minus a into 1/x minus a into f of x എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ 0 into ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വരും. 0 into ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ നമ്മൾ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ബാക്കി വരുന്ന പ്രോബ്ലംസും ചെയ്ത് നോക്കി ഹോംവർക്കായിട്ട് നോട്ടിൽ എഴുതാം.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.